ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലവ് ഫുഡ് ടേസ്റ്റിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കപ്സയുടെ റെസിപ്പിയുമായാണ് ഞാൻ വന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കപ്സ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായി ഒരു മസാല തയ്യാറാക്കണം. അതിനായി ഞാനിവിടെ 1.5 സ്പൂൺ പെരിഞ്ജീരകവും 1 സ്പൂൺ കുരുമുളക്, ഒരു 7-8 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പു, ഒരു ഉണക്ക നാരങ്ങയുടെ പകുതി. നാരങ്ങ എടുക്കുമ്പോൾ കറുത്ത നാരങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കയ്പ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറുത്ത നാരങ്ങ തന്നെ എടുക്കണം. ഇത് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ചിക്കനനുസരിച്ച് മസാലയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ഈ ഇറച്ചി നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഈ കപ്സ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ചൂടായി വന്ന കുക്കറിലേക്ക് നമുക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളി ചേർക്കാം. ഞാനിവിടെ ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് ചോപ്പറിൽ നല്ലതുപോലെ ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഉള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തക്കാളി പേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് ആയാലും മതി. ഞാനിവിടെ ഒരു ചെറിയ തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി പേസ്റ്റിന്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് 3 പച്ചമുളക് നെടുകെ കീറി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് അളവിലാണ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി 20 മിനിറ്റ് കുതിർത്ത അരിയാണ്. അത് നമുക്ക് ഈ ഇറച്ചിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാനിവിടെ വെള്ളം ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിന് നോക്കി വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് 1 സ്പൂൺ
ഡാൽഡയോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡാൽഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഒരു 20 മിനിറ്റ് നമുക്ക് കുക്കർ മാറ്റി വയ്ക്കാം. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്നു നോക്കാം. അരിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. കുക്കറിൽ തന്നെ ഇത് വെച്ചിരുന്നാൽ കൂടുതൽ വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുക്കർ തുറന്ന ഉടൻ തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം. വളരെ ടേസ്റ്റിയായ ഒരു കബ്സയുടെ റെസിപ്പിയാണിത്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരും.